മക്കളെ, ആണ്. സോ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നമുക്ക് സ്വാഗതമല്ല, നിങ്ങൾക്ക് സ്വാഗതം. ഓക്കെ, ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. എനിവേ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആരുമായാണ് നിങ്ങൾക്ക് കാണാം. യെസ്, ഒരു സൈക്കോയുമായാണ്. എനിവേ, നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിലേക്ക് വരുന്ന സമയത്ത് വി നോ ദാറ്റ് ചില സംഗതികൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താ മൊത്തം നമ്മുടെ സെലിംകുമാറിന്റെ ഈ ചുരുളം കൂടി പോലെ ഇങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ തല പെരുക്കും, ഒരു തോക്കൊക്കെ കിട്ടിയ ഷെഡ്യൂപ്പർ എന്ത് ചെയ്യും, ഒരു ഗണ്ണൊക്കെ അടിക്കാൻ തോന്നും. എനിവേ, ഇന്ന് നിങ്ങൾക്കറിയാം ഞാൻ വന്നിരിക്കുന്നത് എന്നും ഗ്രാമർ കേൾക്കുമ്പോൾ തല പുകയ്ക്കുന്ന ഒരു സാധനമാണ് റിപ്പോർട്ട് സ്പീച്ചില്. നിങ്ങളും തല പുകയും, എന്നെയും തല പുകഞ്ഞിട്ടുണ്ട് പണ്ട് ഒരുപാട്. മതിയായിരിക്കും റിപ്പോർട്ട് സ്പീച്ച് എന്താണെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും നമ്മൾ ഏറ്റവും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക, ഒരു പാറ്റേൺ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശൈലിയാണ് റിപ്പോർട്ട് സ്പീച്ച്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രാമാറ്റിക്കൽ പാർട്ടാണ് റിപ്പോർട്ട് സ്പീച്ച്. കാരണം നമ്മൾ പൊതുവെ മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികളായാലും ആരായാലും മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ ബെസ്റ്റാണ്. പരദൂഷണം ആയിക്കോട്ടെ, ഏഷ്യനി ആയിക്കോട്ടെ, ഗോസിപ്പ് ആയിക്കോട്ടെ, ഇനി വേറെന്ത് റിപ്പോർട്ട് ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് പറയാനുണ്ടാവാം. അപ്പൊ മലയാളത്തിൽ നമ്മൾക്ക് വളരെ എന്താണ് എക്സ്പേർട്ടാണ് റിപ്പോർട്ട് സ്പീച്ച് ചെയ്യാനും. അൺഫോർച്ചുനേറ്റ്ലി ഇംഗ്ലീഷിലേക്ക് ആവുന്ന സമയത്ത് എന്താണ് വി ഹാവ് സം ഡിഫിക്കൽട്ടി അല്ലേ. അപ്പൊ ഏകദേശം നമ്മുടെ മുഖം ഇങ്ങനെയുള്ള പല നവരസങ്ങളും അയ്യോ അമ്മ ഈശ്വര എന്നൊക്കെ നമുക്ക് തോന്നാം. എനിവേ, ഞാൻ കടക്കുകയാണ്, എൻ്റെ ഒരു ദൗത്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഞാൻ കഥാപാത്രത്തിലേക്ക് കടക്കാനുണ്ട്. ഞാൻ റിപ്പോർട്ട് സ്പീച്ച് പഠിപ്പിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഫുൾ എന്താണ് കഥാപാത്രമായി. വാട്ട് ഈസ് റിപ്പോർട്ട് സ്പീച്ച് ആക്ച്വലി? ഇവിടെ ചാരി നിന്ന് ചോദിക്കുകയാണ്, എന്താണ് ഈ പറഞ്ഞ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്താണ് ആക്ച്വലി, വാട്ട് ഈസ് ഇറ്റ്, എന്താണ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേരെ കാണാം, ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണാം, രണ്ടുപേരും ഒരുമിച്ചും. റൈറ്റ്, ഇവിടെ ഫുള്ള് ഗ്രൂപ്പ് കളിയാണ്, ഒത്തുകളിയാണ്. നോക്കാം, നമ്മുടെ ഫോണിൽ പറയാണ്, ആ ലേഡി പറയാണ്, ഐ ലൈക്ക് പീറ്റർ, എനിക്ക് പീറ്ററിനെ ഭയങ്കര ഇഷ്ടമാണ്. ആരാ പറയുന്നത്? ലേഡി പറയാണ്, ഐ ലൈക്ക് പീറ്റർ, എനിക്ക് പീറ്ററിനെ ഇഷ്ടമാണ്. അപ്പൊ ഇവിടുന്ന് നോക്കി അത് വേറൊരാൾ അറിഞ്ഞിട്ട് വേറൊരാൾ ഇവിടെ വന്നിട്ട് പറയാണ്, ഷീ സെഡ് ഷീ ലൈക്ഡ് യു, അവൾ പറഞ്ഞു നിന്നെ അവൾക്ക് ഇഷ്ടമാണെന്ന് ഇതേ ചോർത്തി കൊടുത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആക്ച്വലി ഈ ഒരു സെന്ററിലുള്ള വ്യക്തിയാണ് നമ്മൾ എന്ന് തോന്നുന്നുണ്ട് അല്ലേ. യെസ്, അപ്പൊ നോക്കാം, ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സ്പീച്ചാണ് നമ്മൾ എന്ത് കണ്ടത്. ഒന്ന്, ഒരാൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യം, മറ്റേത് ഈ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ ആളുടെ കാര്യം വേറൊരാളുടെ എന്ത് ചെയ്ത് എത്തിച്ചു കൊടുത്തു. ഇപ്പൊ നിങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഫ്രണ്ടിനോട് പോയിട്ട് ഈ വീഡിയോ പറയണം, സൈലത്തിന് നല്ലൊരു ടീച്ചറുണ്ട്, 8th മിസ് ഇംഗ്ലീഷിന്റെ. മിസ്സിന്റെ റിപ്പോർട്ട് സ്പീച്ച് ക്ലാസ് 1 പൊളിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പോയി പറഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്, അതെന്തായി? ദാറ്റ് ഇസ് റിപ്പോർട്ടഡ് സ്പീച്ച്, അത് റിപ്പോർട്ടഡ് സ്പീച്ചായി. ഓക്കെ, സോ റിപ്പോർട്ട് സ്പീച്ച് ഇവിടെ നോക്കാം. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന, ഞാൻ സ്വയം പറയുന്ന കാര്യം, നിങ്ങൾ സ്വയം പറയുന്ന കാര്യം, മറ്റൊരാളുടെ കാര്യമല്ലാതെ നമ്മൾ സ്വയം പറയുന്ന കാര്യത്തെ വി കോൾ ഡിറക്റ്റ് സ്പീച്ച്. മറ്റൊരാൾ പറഞ്ഞ കാര്യം നമ്മൾ ഏറ്റു പറയുമ്പോൾ വി കോൾ ഇറ്റ് ആസ് ഇൻഡയറക്റ്റ് സ്പീച്ച്. സെറ്റ് അല്ലേ? സെറ്റ്. സോ ഇവിടെ നോക്കാം, നമ്മുടെ ചുള്ളൻ ബോയ്, ഇവിടെ നമ്മുടെ ബുദ്ധിമാൻ ബോയ്, ഇത് കുറച്ച് റോക്കി ബൈക്ക് ഉള്ള ബോയ്, ഇത് രണ്ടിനും പെടാത്ത എന്നെ പോലെ നിഷ്കളങ്കനായ ബോയ്. ഓക്കെ, അപ്പൊ ഇവൻ പറയാണ്, തൊപ്പിക്കാരൻ പറയുകയാണ്, I will go to USA tomorrow, ഞാൻ നാളെ USA പോകും. നേരെ മറിച്ച് കേട്ട് ബുദ്ധിമാനായ മനുഷ്യൻ പറയുന്നു, wow that's cool, oh really. സോ ഇവിടെ നോക്കാം, ഇനി നമ്മൾ ആ ഒരു അവൻ നാളെ USA പോകും അല്ലേ, ഞാൻ നാളെ USA പോകും എന്നുള്ള സെന്റൻസ് that we had to write in indirect speech. Indirect speech നമ്മൾ എന്ത് ചെയ്യണം, അത് എഴുതണം. സോ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ, he said that, ഇവിടെയാണ് നമ്മൾ തേർഡ് പേഴ്സൺ കേട്ടോ, നമ്മളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യുന്ന പാവങ്ങൾ ഞാനും നിങ്ങളുമാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടായ രാജു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പോകും. അപ്പൊ നമ്മൾ രാജു വേണ്ടി ടിൻറ്റു. അപ്പൊ നമ്മളോട് ടിൻറ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ടിൻറ്റു എങ്ങോട്ട് പോകും, USA പോകും. സോ നമ്മൾ പറയാണ് he said that, അല്ലെങ്കിൽ നമുക്ക് ടിൻറ്റു ഡയറക്റ്റ് പേര് വേണമെങ്കിൽ പറയാം. he said that, ടിൻറ്റു said that he would go to USA. he would go to USA the next day. ഇവിടെ നമ്മൾ ചില സംഗതികളൊക്കെ മാറ്റി, ഞാൻ എന്നുള്ളത് അവനാക്കി. റൈറ്റ്, അടുത്തത് നാളെ എന്നുള്ളത് നെക്സ്റ്റ് ഡേ എന്നാക്കി. വിൽ എന്നുള്ള ഓക്സിലറി വെർബിനെ നമ്മൾ വുഡ് ആക്കി. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു. ഇനി എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ, എങ്ങനെയാണ് നമ്മൾ ആ മാറ്റങ്ങൾ കൊടുക്കുക എന്നാണ് we are going to see, നമ്മൾ കാണാൻ പോകുന്നത്. ഇനി നോക്കാം, നിങ്ങൾ ഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുന്ന സമയത്ത് how should we change it, നമ്മൾ അത് എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നാണ് നമ്മൾ ഈ സ്ലൈഡിൽ പഠിക്കുന്നത്. ലാവിഷായിട്ട് 2 സൈഡ് ഉണ്ടല്ലോ. ഇവിടെ നോക്കാം, ഇൻഡയറക്റ്റ് സ്പീച്ച്.
നോക്കിയേ, ഇവിടെ ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇവിടെ മിസ് ഡയറക്റ്റ് സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഞാൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി ഹി അല്ലെങ്കിൽ ഷീ, അവൻ അല്ലെങ്കിൽ അവൾ. ഞാൻ നാളെ പോകും. അപ്പൊ എന്റെ കൂടെയുള്ള ഫ്രണ്ട് പറയാണ് തേർഡ് പേഴ്സണോട്, അൻവറ പറഞ്ഞിട്ടുണ്ട്, അവൾ പറഞ്ഞിട്ടുണ്ട്, അവൾ നാളെ പോകും. റൈറ്റ്? ഞാൻ എന്നുള്ളത് എന്താകും? അവൻ അല്ലെങ്കിൽ അവൾ. യു എന്നുള്ളതും എന്താകും? അവൻ, അവൾ അല്ലെങ്കിൽ അവർ. നെക്സ്റ്റ് വൺ വി, ഞങ്ങൾ എന്നുള്ളത് എന്താകും? അവർ, ദേ. അവർ എന്നുള്ളത് എന്താകും? ഞങ്ങൾ എന്നുള്ളത് എന്താകും? അവരുടെ, ദയോ. നെക്സ്റ്റ് വൺ, നമ്മൾ പറയും, ഞാൻ പറയാം ഇറ്റ്സ് അവർ ഹോം, ഇത് ഞങ്ങളുടെ വീടാണ്. അപ്പൊ നിങ്ങൾ പറയാണ് ഇത് മിസ്സിന്റെ സിസ്റ്റേഴ്സിന്റെ വീടാണ്, ഇത് അവരുടെ വീടാണ്. റൈറ്റ്? ഗോട്ട് ഇറ്റ് നോ? നെക്സ്റ്റ് വൺ, മൈ എന്നുള്ളത് ഹിസ് അല്ലെങ്കിൽ ഹെർ ആകും. മൈ എന്നുള്ളത് എന്താകും? ഹിസ് അല്ലെങ്കിൽ ഹെർ ആകും. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ടുഡേ എന്നുള്ളത്, ഇന്ന് എന്നുള്ളത് ദാറ്റ് ഡേ എന്നാകും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ടുഡേ എന്നുള്ളത്, ഇന്ന് എന്നുള്ളത് ദാറ്റ് ഡേ, ദാറ്റ് ഡേ, ആ ദിവസം എന്നാകും. ഓക്കെ. അടുത്തത് ടുമോറോ എന്നുള്ളത് ദി നെക്സ്റ്റ് ഡേ. ഒരിക്കലും ഡയറക്റ്റ് സ്പീച്ചിൽ ടുമോറോ നിങ്ങളെടുത്ത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ടുമോറോ എഴുതി വെക്കരുത്. ദാറ്റ് വിൽ ബി റോങ്. അട്ടപ്പൊട്ട തെറ്റ്. ഓക്കെ, ലാവിഷ് തെറ്റാവും. സോ യു ഷുഡ് റൈറ്റ് ഇറ്റ് ആസ്, നിങ്ങളത് എന്തെഴുതണം? ഇറ്റ് ഷുഡ് ലൈക്ക് ദി നെക്സ്റ്റ് ഡേ. നെക്സ്റ്റ്, യെസ്റ്റർഡേ. യെസ്റ്റർഡേ, ഇന്നലെ എന്നുള്ളത് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആകുന്ന സമയത്ത് വി ഷുഡ് യൂസ് ദി പ്രീവിയസ് ഡേ. നൗ എന്നുള്ളത്, ഇപ്പോൾ എന്നുള്ളത് നമ്മൾ ഇൻഡയറക്റ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ എന്തായിട്ട് മാറ്റണം? ദെൻ ആയിട്ട് മാറ്റണം. നൗ ദെൻ, നൗ ദെൻ. നെക്സ്റ്റ് വൺ, ദിസ് എന്നുള്ളത് ഇറ്റ് വിൽ ബി ദാറ്റ്. ഹിയർ എന്നുള്ളത് ഇറ്റ് വിൽ ബി ദ. സെറ്റ് അല്ലേ? സെറ്റ്. നോക്കാം ഇവിടെ അടുത്തത് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇനി നമ്മൾ ഓക്സിലറി വേർബ്സ്. ഇതൊക്കെ ഓക്സിലറി വേർബ്സ് ആണ്. ഓക്സിലറി വേർബ്സ് രാജാക്കന്മാരാട്ടോ. ഓക്കെ, രാജാക്കന്മാരാണ്, VIPs ആണ്. അടുത്ത് നോക്കിയേ, ആം ഈസ് എന്നുള്ള ഒരു ഓക്സിലറി വേർബ് നമ്മൾ എന്ത് ചെയ്യും? ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്താക്കണം? നമ്മൾ വാസ് ആകും. നിങ്ങൾ കാര്യം ഓർത്ത് വെക്കണം, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ടെൻസ് ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത്, റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി വി ആർ ചേഞ്ചിങ് ദി ടെൻസ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എക്സാക്ട്ലി ടെൻസ് എന്ത് ചെയ്യും? വി വിൽ ചേഞ്ച്. നമ്മൾ ചേഞ്ച് ചെയ്യും. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ വി വിൽ റൈറ്റ് ഇൻ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വി വിൽ റൈറ്റ് ഇൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമ്മൾ ടെൻസ് ചേഞ്ച് ചെയ്യും. അത് ടെൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഓക്സിലറി വെർബിന്റെ മാറ്റങ്ങൾ, ചേഞ്ചിങ്, അത് പഠിച്ചിരിക്കണം. നോക്കിയേ, ഇവിടെ ആർ എന്നുള്ളത് എന്താകും? വേർ ആകും. ഡു ഡസ് എന്നുള്ളത് എന്താകും? ഡിഡ് ആകും. ഹാസ് ഹാവ് എന്നുള്ളത് ഹാഡ് ആകും. വിൽ എന്നുള്ളത് വുഡ് ആകും. ഷാൾ എന്നുള്ളത് ഷുഡ് ആകും. ക്യാൻ എന്നുള്ളത് കുഡ് ആകും. മേ എന്നുള്ളത് മൈറ്റ് ആകും. മസ്റ്റ് എന്നുള്ളത് ഹാഡ് ടു എന്നാകും. ഡിഡ് എന്നുള്ളത് ഹാഡ് തന്നെയാകും. വാസ് വേർ വിൽ ബി ഹാഡ് ബീൻ. വി വൺ വിൽ ബി വി ടു. അതായത് വർക്ക്, വർക്ക് എന്നുള്ളത് എന്താകും? വർക്ക്ഡ്. ഓക്കെ, വർക്ക് എന്നുള്ളത് വർക്ക്ഡ് ആകും. വി ടു ഉള്ളത് എന്താകും? വി ത്രീ ആകും. നോക്കി ഇവിടെ വർക്ക്ഡ് എന്നുള്ളത് എന്താകും? ഹാഡ് വർക്ക്ഡ് എന്നാകും. ഓക്കെ, അപ്പൊ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് റിപ്പോർട്ട് സ്പീച്ചിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. ഈ ഓക്സിലറി വേർബ്സിന്റെ ചേഞ്ച്, ഓക്സിലറി വേർബിന്റെയും നമ്മുടെ സബ്ജക്റ്റിന്റെയും ചേഞ്ച്. ഓക്സിലറി വേർബ് മാറുന്നതിനനുസരിച്ച് സബ്ജക്റ്റും എങ്ങനെ മാറും? ഓക്സിലറി വേർബും സബ്ജക്റ്റും ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുന്ന സമയത്ത് എങ്ങനെ മാറും? ദിസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻസ് ഇൻ ടു റിപ്പോർട്ട് സ്പീച്ച്. ഇനി ഇവിടെ നോക്കാം, നിങ്ങൾ WH ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് ആക്കുന്ന സമയത്ത് നിയമങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. WH ക്വസ്റ്റ്യൻസ്, ജംഷാദ് ചോദിക്കാണ് വെൻ വിൽ യു കം. അപ്പൊ ഷാഹിദ് എന്ത് പറയും? ഐ വിൽ കം ടുമോറോ. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യങ്ങളാകുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ആസ്ക്ഡ് എന്നുള്ള വേർഡ്. നോക്കിയേ, ജംഷാദ് ആസ്ക്ഡ് വെൻ ഹി വുഡ് കം. പറയാം
First step to change WH questions to reported speech. നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് ദ സ്പീക്കർ. നമ്മുടെ സ്പീക്കറിന്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. ആരാണോ ചോദ്യം ചോദിക്കുന്നത്? നിങ്ങളാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഇപ്പൊ അൻവറ ഈസ് ആസ്കിങ്, അൻവറയുടെ പേര് റിപ്പോർട്ട് സ്പീച്ചിൽ പറയാം. ഇഫ് ആമിന ഈസ് ആസ്കിങ്, ആമിനയുടെ പേര് റിപ്പോർട്ട് സ്പീച്ചിൽ വി ക്യാൻ ഇൻക്ലൂഡ്. ഇഫ് യു പീപ്പിൾ, നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ പേര് എനിക്ക് ഓർമ്മയില്ലാതെ വേറെ കാര്യം. യെസ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ ഒരാൾ ചോദിക്കാം. ഇപ്പൊ രമേശ് ചോദിക്കുകയാണ്, രമേശ് ആണ് ആസ്കിങ് സംതിങ്, രമേശ് ആസ്ഡ് എന്ന് നമുക്ക് പറയാം. സോ ഇവിടെ നോക്കാം സ്പീക്കറുടെ പേര്. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആളെ പേര് കിട്ടിയാൽ ഡോണ്ട് ബി സ്കെയർഡ്, നിങ്ങൾക്ക് ആളെ പേര് റിപ്പോർട്ട് സ്പീച്ച് ആക്കി എഴുതാം. ജംഷാദ്, when will you come? നോക്കിയേ, അടുത്തതാണ് റിപ്പോർട്ടിംഗ് വേർബ്. എന്താണ് റിപ്പോർട്ടിംഗ് വേർബ്? ആർ വി റിപ്പോർട്ടിംഗ് വേർബ്? ഇവിടെ നോക്കിയേ, എവറി WH questions would have asked as reported verb. എല്ലാ ചോദ്യമാണല്ലോ WH ക്വസ്റ്റ്യൻസും ഡു യു നോയും ഒക്കെ ചോദ്യങ്ങളാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദ്യം. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് അതിൽ എന്ത് ഉൾപ്പെടുത്താം? ആസ്ക്ഡ് എന്നുള്ള വേർഡ് റിപ്പോർട്ടിംഗ് വേർബാക്കി നമുക്ക് ഉപയോഗിക്കാം. നോക്കി ഇവിടെ അടുത്തത് കൺജക്ഷൻ. കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജോയിൻ. നമ്മളൊരു വാക്കിന് എന്ത് ചെയ്യും? രണ്ട് വാക്കുകളുടെ ഇടയിൽ നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കിന് വി കോൾ കൺജക്ഷൻ. സോ ലെറ്റ്സ് സീ ഇവിടെ എന്താ എന്നുള്ളത്. യൂസ് ദ ക്വസ്റ്റ്യൻ വേർഡ് ആസ് കൺജക്ഷൻ. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യം അല്ലേ? ചോദ്യം. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട്, വെൻ, വൈ, വേർ, ഹൗ. WH ക്വസ്റ്റ്യൻസ് ചോദ്യവാക്ക് എന്താണ്, എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ട്. 5W അല്ലേ? അപ്പൊ ഈ ചോദ്യവാക്കുകൾ നമ്മൾ എന്ത് ചെയ്യും? കൺജക്ഷൻസ് ആക്കും. കൺജക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യം, ജോയിനിങ്. ഓക്കെ, ജോയിനിങ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ജംഷാദ് when will you come? അപ്പൊ നമ്മൾ നോക്കിയേ, ജംഷാദ് ആസ്ക്ഡ്, ജംഷാദ് ചോദിച്ചു. ഈ when എന്നുള്ളതിൽ നമ്മൾ എന്താക്കി? ഇവിടെ കൺജക്ഷൻ ആക്കി. നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണ് ചോദ്യത്തിന്. ഇവിടെ വെറും ജംഷാദ് കോമ, ഇവിടെ എന്ത് ചെയ്യുന്നു? 2 കോളൻ. ജംഷാദ് ആസ്ക്ഡ് when would he come? നോക്കി ഇവിടെ. ഇനി നമുക്ക് എന്താക്കണം? സബ്ജക്റ്റ് മാറ്റണം. യു എന്നുള്ളത് നമ്മൾ എന്താക്കണം? ഇവിടെ നോക്കിയേ, യു എന്നുള്ളത് ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ തേ. ഇവിടെ സിംഗുലർ ആണ്, ജംഷാദ് ആണ്, ആൺകുട്ടിയാണ്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ കൊടുക്കേണ്ടത്? ജംഷാദ് ഇസ് എ സിംഗുലർ സബ്ജക്ട്, ഓൾസോ മെയിൽ ആണ്, മെസ്കുലിൻ ആണ്. അപ്പൊ ഇവിടുത്തെ യു എന്നുള്ളത് എന്താകും? ഇറ്റ് വിൽ ബി ഹി ആകും. അപ്പൊ നോക്കിയേ, വെൻ വുഡ് ഹി കം. ഇനി നമുക്ക് ഇവിടെ വേർബിനും കൂടി നമ്മളൊന്ന് പഠിക്കണം. നോക്കിയേ, ചേഞ്ച് ദ സ്ട്രക്ചർ. വെൻ വിൽ യു കം. വിൽ എന്താണ്? ഓക്സിലറി വേർബ്. യു എന്നുള്ളത് സബ്ജക്റ്റ്, കം എന്നുള്ളത് വേർബ്. അപ്പൊ ഇവിടെ നോക്കിയേ, ജംഷാദ് ആസ്ക്ഡ് വെൻ ഹി വുഡ് കം. എന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിൽ എന്നുള്ളത് വുഡ് ആകും. വിൽ എന്നുള്ളത് എന്താകും? വുഡ് ആകും അല്ലേ? സെറ്റ് അല്ലേ? ഇപ്പോ നമ്മൾ അത് ഓക്സിലറി വേർബ്സിന്റെ ചേഞ്ചിൽ പഠിച്ചു. യു എന്നുള്ളത് ഹി ആകും. നോക്കിയേ, അടുത്തത് വൈ ദ കം നോട്ട് ചേഞ്ചിങ് ഇൻ ടു കെയിം. ഇനി നമ്മളിവിടെ നോക്കിയേ, ഇവിടെ കം തന്നെയാണ് നമ്മൾ കൊടുത്തത്. എന്തുകൊണ്ട് നമ്മൾ ഈ കം കെയിം ആയില്ല, പാസ്റ്റ് ടെൻസ് ആയില്ല? അത് എന്തുകൊണ്ടാ? നമ്മൾ ഓക്സിലറി വേർബ് മാറ്റുന്നത് കൊണ്ട്. ആം, ഈസ് എന്നുള്ളത് നമ്മൾ വാസ്, വെയർ ആക്കും. വിൽ എന്നുള്ളത് നമ്മൾ വുഡ് ആക്കും. ക്യാൻ എന്നുള്ളത് കുഡ് ആക്കും. ഓക്കെ, ഈസ് വിൽ ബി വാസ്. അപ്പൊ ഓക്സിലറി വേർബ്സ് ചേഞ്ച് ആവുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓക്സിലറി വേർബ്സ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യൂല? വേർബ് നമ്മൾ മാറ്റണ്ട. ഓക്കെ അല്ലേ? നോക്കിയേ, ലെറ്റ്സ് ഡു സം ആൾട്ടർനേറ്റീവ് എക്സാമ്പിൾ. വേർ ആർ യു ഗോയിങ്? രാജു, ഐ ആം ഗോയിങ് ടു സ്കൂൾ. അപ്പൊ നോക്കി, നമ്മൾ എന്ത് എഴുതണം? നമ്മൾ സബ്ജക്റ്റിന് എടുക്കണം. നമ്മൾ പറഞ്ഞില്ലേ, ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു. സ്പീക്കറെ നമുക്ക് ഉപയോഗിക്കാം. ഫാദർ, വേർ ആർ യു ഗോയിങ്? ഇതൊരു ചോദ്യമാണ്. ചോദ്യത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസ്ക്ഡ് എന്നുള്ള നമുക്ക് റിപ്പോർട്ടിംഗ് വേർബ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പഠിച്ചു ചോദ്യവാക്ക്, ക്വസ്റ്റ്യൻ വേർഡ്സിന് നമുക്ക് കൺജക്ഷൻ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? ഇവിടെ കൺജക്ഷൻ ആയിട്ട് വേർ ഉപയോഗിച്ചു.
നോക്കി ആർ എന്നുള്ളത് എന്താകണം? നമ്മളിവിടെ നോക്കാം. വേർ ആർ യു ഗോയിങ്? വേർ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഹി. യു എന്നുള്ളത് എന്താകും? ഹി ആകും. ഇനി നമ്മൾ പറയാണ് ആർ എന്നുള്ളത് എന്താകും? വേർ ആണ് ആവ. പക്ഷെ ഇവിടെ ഹി എന്നുള്ളത് എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഒരാളായതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഹി വാസ് ഗോയിങ്. നമ്മളിവിടെ നേരത്തെ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തു. വേർബ് നമ്മൾ മാറ്റണോ? വേണ്ട. കാരണം നമ്മൾ എന്തൊക്കെ മാറ്റി? ഓക്സിലറി വേർബ്സ് കംപ്ലീറ്റ് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്താ? ഫാദർ ആസ്ക്ഡ് വേർ ഹി വാസ് ഗോയിങ്. അടുത്ത് നോക്കിയേ, ജോൺ ചോദിക്കാണ് വാട്ട് ഡു യു വാണ്ട്? നിനക്ക് എന്താണ് വേണ്ടത്? ജോൺ ആസ്ക്ഡ് വാട്ട് ഡിഡ് ഹി വാണ്ട്? ജോൺ ആസ്ക്ഡ് വാട്ട് ഹി വാണ്ടഡ്. ഇവിടെ നോക്കിയേ, ജോൺ ആസ്ക്ഡ് വാട്ട് ഡു യു വാണ്ട്. നമ്മളത് എങ്ങനെ എഴുതും? വാട്ട് ഹി വാണ്ടഡ്. അടുത്ത് നോക്കി ഇവിടെ questions, WH questions, yes or no questions. Same step as WH questions except third one. നോക്കാം ഇവിടെ if അല്ലെങ്കിൽ whether. നേരത്തെ നമ്മൾ question words ആണ് നമ്മൾ പറഞ്ഞത്. Why, when, what. അല്ലേ? ഈ ക്വസ്റ്റ്യൻ വേർഡ്സിന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ക്വസ്റ്റ്യൻ വേർഡ്സിന് പകരം നമ്മളോട് ഇഫ് അല്ലെങ്കിൽ വെദർ എന്നാണ് സെന്റൻസിൽ വരുന്നതെങ്കിൽ നോക്കാം നമുക്ക് എപ്പോഴാണ് ഉപയോഗിക്കാം. ക്യാൻ യു സിംഗ് എന്ന് ചോദിച്ചു ജംഷദ്. ക്യാൻ യു സിംഗ്. അപ്പൊ നോക്കി നമ്മൾ നിനക്ക് പാടാൻ കഴിയോ? അതാണ് ചോദ്യം. അപ്പൊ നമ്മൾ അത് എങ്ങനെ എഴുതണം? ജംഷദ് ആസ്ക്ഡ് ഇഫ് ഷീ കുഡ് സിംഗ്. അതെന്താണ്? ശരിയാണ്. ജംഷദ് ആസ്ക്ഡ് ഇഫ് ഷീ. ക്യാൻ ഉള്ളതിന് നമ്മൾ എന്താക്കും? ഓക്സിലറി വേർബിനെ നമ്മൾ കുഡ് ആക്കണം. സോ ക്യാൻ എന്നുള്ളത് എന്താകും? കുഡ് ആകും. യു എന്നുള്ളത് എന്താകും? അവൾ, ഷീ. കാരണം ഇവിടെ എന്താ? ജുമാനയാണ്. She could sing. അതേപോലെ വെദർ ഉപയോഗിച്ചും പറയാം. ജംഷാദ് ആസ്ക്ഡ് വെദർ ഷീ കുഡ് സിംഗ്. അപ്പൊ ഇഫും വെദറും വന്നാൽ എന്താണ്? ഒരു പ്രശ്നമില്ല. ഇഫും വെദറും വെച്ചാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സബ്ജക്റ്റ് എന്ത് ചെയ്യണം? സബ്ജക്റ്റിനെ മാറ്റണം. അതേപോലെ തന്നെ നമ്മൾ ഓക്സിലറി വേർബിന് എന്ത് ചെയ്യണം? ടെൻസ് മാറ്റണം. ക്യാൻ ഉള്ളത് കുഡ് ആവണം. വിൽ ഉള്ളത് വുഡ് ആവണം. ആം ഉള്ളത് വാസ് ആവണം. ഈസ് ഉള്ളത് വാസ് ആവണം. വാസ് ഉള്ളത് വേർ ആവണം. യു ഉള്ളത് ദേ ആവണം. അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇതേപോലെ ഓക്സിലറി വേർബ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അടുത്ത് നോക്കിയേ, സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിന് നമ്മൾ എന്താ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് കൊടുക്കാം? നമ്മൾ പറയാണ് വി ആർ പ്ലേ. ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചോദ്യമല്ല. ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ. അല്ലേ? ദിസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ്. ഇതെന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ദിസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ്. ജംഷാദ് വി ആർ പ്ലേയിങ്. ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ റിപ്പോർട്ട് സ്പീച്ചിൽ ജംഷദ് സെഡ് ദാറ്റ് ദേ വർ പ്ലേയിങ്. വെരി ഈസിയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജംഷദ് സെഡ് ദാറ്റ്. അല്ലേ? നമ്മളെന്താ? വി എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി വിൽ ബി എന്താകും? വി വിൽ ബി ദേ. വി എന്നുള്ളത് ദേ ആകും. നെക്സ്റ്റ് വൺ എന്താണ്? ആർ എന്നുള്ളത് ആർ വിൽ ബി വേർ. ആർ എന്താകും? വേർ ആകും. പ്ലേയിങ് എന്നുള്ളത് എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിലറി വേർബിനെ നമ്മൾ മാറ്റുമ്പോ നമ്മൾ വേർബ് എന്ത് ചെയ്യണ്ട? മാറ്റണ്ട. അപ്പൊ പ്ലേയിങ് എന്നുള്ളത് എന്താണ്? പ്ലേയിങ് തന്നെയാവും. ഓക്കെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്? റിപ്പോർട്ട് സ്പീച്ച് അങ്ങ് പഠിച്ചു. സൈക്കോപാത്ത് പോലെ നമ്മൾ വന്നിട്ട് ഇപ്പൊ എന്തായി? ഇതൊക്കെ എന്ത് എന്നുള്ള സില്ലി ആയില്ലേ നമുക്ക്? സോ ഇറ്റ്സ് വെരി സിമ്പിൾ. റിപ്പോർട്ട് സ്പീച്ച് ആക്ച്വലി നമ്മൾ എപ്പോഴും വിചാരിക്കുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ഒരിക്കലല്ല. ഇറ്റ്സ് വെരി ഈസി. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യാം? വാച്ച് ദ വീഡിയോ. ദെൻ
understand the rules, learn the vocabularies, learn how the subject will change. അതേപോലെ ഓക്സിലറീസും എന്താണ്, how it will be changing, അതെങ്ങനെ മാറും. This all things you please learn it thoroughly. നിങ്ങൾ ശരിക്കും thoroughly നിങ്ങളത് പഠിക്കാം. Then എക്സാമിന് തകർത്തെഴുതാം. All the very best for your exam. See you soon with a new video. Till that, you all take care, study well for your exam. I wish you all the very best. We will hack again, we will blast again. Thank you so much.